രുക്കുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാണെന്ന് അറിയോ? അവളുടെ അപ്പയും അമ്മയും എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ ഈ ഏരിയ ഞങ്ങൾ മാക്സിമം ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. ഇതിലെ ഓരോ ടോയ്ക്കും ഓരോ കഥ പറയാനുണ്ട്. ഈ കുഞ്ഞിപ്പാവ ഇതാണ് അവളുടെ ഫസ്റ്റ് ടോയ്. ഇയാൾ പിന്നെ അവള് പറയുന്നത് തിരിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ അവളുടെ ശത്രുവായി മാറി. ഇതാണ് രുക്കുവിന്റെ അടുക്കള. ഇടയ്ക്കിടയ്ക്ക് ഓരോ ചൂട് ചായ അവൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാറുണ്ട്. പിന്നെ ഈ രണ്ടു കൂട്ടരും അമിത ഉപയോഗം കാരണം ഇപ്പോൾ പ്രവർത്തനം നിർത്തി വെച്ചിരിക്കുകയാണ്. പെന്നും പെൻസിലും ഹോൾഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വാങ്ങിക്കൊടുത്താണ് ഈ സ്ലേറ്റും കളറിംഗ് ബുക്കും. കളറിംഗ് ബുക്കിന്റെ കോലം കണ്ടാൽ അറിയാം കളറിംഗ് അല്ല കട്ടിംഗ് ആണ് നടക്കുന്നതെന്ന്. പിന്നെ ഈ ചെണ്ട പൂരക്കാലത്തുണ്ടായതാണ് അവൾക്ക് ഈ ചെണ്ടയോടുള്ള കമ്പം. ഈ റാറ്റിൽസ് ഒന്നും ഇപ്പൊ ഇവള് മൈൻഡ് പോലും ചെയ്യാറില്ല. ഈ കുതിര കണ്ടോ, ഇത് അവളുടെ ഫേവറേറ്റ് ആണ്. ഇതിനാരെങ്കിലും ഒന്ന് തൊട്ടാൽ പോലും അവൾക്ക് സഹിക്കില്ല. ഈ കാറിൽ ഇരിക്കുന്നതിനേക്കാൾ ഇഷ്ടം അവൾക്ക് അതിന്റെ സ്റ്റോറേജ് സ്പേസ് ആണ്. വീട്ടിൽ കാണാതെ പോകുന്ന സാധനങ്ങൾ അതിനകത്ത് നോക്കിയാൽ മതി. കാലെത്താത്തത് കൊണ്ട് ഇതൊരല്പം പേടിയോടെയാണ് അവൾ നോക്കാറ്. പക്ഷെ കയറ്റിയിരുത്തിയാൽ ഇതും അവളുടെ ഫേവറേറ്റ് ആണ്. പിന്നെ ഇവരെല്ലാം അവളുടെ കൂട്ടുകാരാണെന്നും അവളെ നോക്കിയാണ് ചിരിക്കുന്നതെന്നാണ് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ എന്റെ കലാപരിപാടികളാണ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നിന്നപ്പോഴാണ് ഒരാൾ എണീറ്റ് വന്നത്. പിന്നെ പറയാനുണ്ടോ, അടുക്കി പെറുക്കി വെച്ചതൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇങ്ങനെ ഓർഡർ ഇല്ലാതെ കിടക്കുന്നത് തന്നെയാണ് ഇതിന്റെ ഭംഗിയെന്ന്.